നമസ്കാരം. യൂട്യൂബിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് യൂട്യൂബ് മോണിറ്റൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് ഈ രണ്ടാമത്തെ അപ്ഡേറ്റിനെ കുറിച്ച് നിങ്ങൾ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോകൾ ചിലപ്പോൾ എന്നേക്കുമായിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടാം. റിക്കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ട് അപ്ഡേറ്റ് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. ഒപ്പം തന്നെ വീഡിയോ യൂസ്ഫുൾ ആകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യുക. ഓക്കെ, ആദ്യത്തെ അപ്ഡേറ്റിനെ കുറിച്ച് കുറെ മുമ്പോട്ട് നമ്മൾ സംസാരിച്ച് വരുന്ന അപ്ഡേറ്റ് ആണ്. യൂട്യൂബിൽ മിഡ് റോൾ ആഡ്സ് നമുക്ക് 8 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോകളിൽ കൊടുക്കാനായിട്ട് സാധിക്കും. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം നേരത്തെ നമുക്ക് മാനുവൽ ആഡ്സ് മിഡ് റോൾ ആഡ്സ് ആയിട്ട് കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ അഡ്വർടൈസ്മെന്റ് ഇല്ലാതെ 8 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോകൾ നമുക്ക് മിഡ് റോൾ ആഡ് ഇല്ലാതെ പബ്ലിഷ് ചെയ്യാനും സാധിക്കുമായിരുന്നു. എന്നാൽ ഇപ്പം പുതിയൊരു ആഡ് സ്ലോട്ട് കൂടെ കൊണ്ടുവന്നിരിക്കുകയാണ്, ഓട്ടോമാറ്റിക് ആഡ് സ്ലോട്ട്. അതായത് മാനുവൽ ആഡ്സിന്റെ ഒപ്പം തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ആഡ് സ്ലോട്ട് കൂടെ ആഡ് ചെയ്യാം. മാനുവൽ ആഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് 8 മിനിറ്റ് ഉള്ള വീഡിയോയിൽ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് അഡ്വർടൈസ്മെന്റുകൾ പ്ലേസ് ചെയ്യുന്നു. എന്നാൽ ഇതല്ലാതെ യൂട്യൂബ് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ആഡ് സ്ലോട്ടുകൾ ആ വീഡിയോയിൽ എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് അതിന് പറ്റിയ സ്ഥലങ്ങളിൽ അഡ്വർടൈസ്മെന്റുകൾ ഓട്ടോമാറ്റിക് ആയിട്ടൂടെ ആഡ് ചെയ്യും. അപ്പോൾ കൂടുതൽ അഡ്വർടൈസ്മെന്റ് നമ്മുടെ വീഡിയോയിൽ വരാനും കൂടുതൽ ഏണിങ്സ് നമുക്ക് കിട്ടാനുള്ള ഒരു സാധ്യത ഈ ഓട്ടോമാറ്റിക് ആഡിലൂടെ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മോണിറ്റൈസേഷന്റെ ആ സെക്ഷനിൽ ഇതേപോലൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ജസ്റ്റ് ഈ ഓട്ടോമാറ്റിക് ആഡ് സ്ലോട്ട് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫീച്ചർ നിങ്ങളുടെ വീഡിയോയിലും ആക്ടിവേറ്റ് ആവും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ മാനുവൽ ആഡ് ചെയ്യുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക് ആഡ് വേണ്ട എന്ന് വെക്കണ്ട. രണ്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഒരു രീതിയിലുള്ള പ്രശ്നമില്ല. ഇനി നിങ്ങൾക്ക് ഈ ഓട്ടോമാറ്റിക് ആഡിന്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇത് ഇവിടെ നിന്ന് ഓഫ് ചെയ്ത് വെക്കാനും സാധിക്കുന്നതാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണെന്നറിയോ, നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വീഡിയോയിൽ മൊബൈൽ നമ്പർ അറിയാതെ ഷോ ചെയ്തു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐഡന്റിറ്റി കാർഡ് ഷോ ചെയ്തു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതിന് ശേഷമാണ് നോട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ബ്ലർ ചെയ്യാനും ട്രിം ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ഓപ്ഷൻ യൂട്യൂബിനുള്ളിൽ തന്നെ ഒരു എഡിറ്ററിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫീച്ചർ നമ്മൾ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എനിക്കൊന്ന് യൂട്യൂബിന്റെ തുടക്ക സമയങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഒരു 4-5 വർഷം മുമ്പൊക്കെ ഈ യൂട്യൂബിനുള്ളിൽ എഡിറ്റർ കുറേ അധികം ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള എഡിറ്റർ ആയിരുന്നു. പക്ഷേ അതിപ്പം മാറ്റിയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയിരുന്നു. അതായത് നമുക്ക് ട്രിം ചെയ്യാനോ ബ്ലർ ചെയ്യാനോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സാധിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ട്രിം ചെയ്യുകയോ ബ്ലർ ചെയ്യുകയോ ഒക്കെ ചെയ്താൽ നമുക്ക് റിവേർട്ട് ടു ഒറിജിനൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ യൂട്യൂബിൽ ലഭിക്കുമായിരുന്നു എപ്പോഴും മുമ്പ്, അല്ലെങ്കിൽ ഇപ്പോഴും ലഭിക്കുന്നുണ്ട്. എന്നാൽ ജൂൺ 25 ശേഷം 2025 ജൂൺ 25 ശേഷം നമുക്ക് റിവേർട്ട് ടു ഒറിജിനൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ലഭിക്കത്തില്ല. നമ്മളൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ച് അതിന്റെ ഒറിജിനൽ വേർഷനിലേക്ക് പോകത്തില്ല. എഡിറ്റ് ചെയ്താൽ കുഴപ്പമില്ല, പക്ഷേ എഡിറ്റ് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഒറിജിനലിലേക്ക് വീണ്ടും തിരിച്ചു പോകാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നിങ്ങളുടെ ഒരു വീഡിയോ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് എഡിറ്റ് ചെയ്യേണ്ട വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അത് തിരിച്ച് ഒറിജിനലിലേക്ക് റിവേർട്ട് ചെയ്ത് വരാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് 1-2 പ്രാവശ്യം ആലോചിച്ചതിന് ശേഷമേ വീഡിയോകൾ എഡിറ്റ് ചെയ്യാവൂ ഇനി മുമ്പോട്ടുള്ള സമയത്ത്. ഇപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. എനിക്കൊന്ന് ഈ രണ്ടാമത്തെ അപ്ഡേറ്റിനെ കുറിച്ച് എല്ലാ ക്രിയേറ്റേഴ്സും എല്ലാ യൂട്യൂബേഴ്സും അറിഞ്ഞിരിക്കണം ഇങ്ങനൊരു കാര്യം, ഇങ്ങനൊരു മാറ്റം യൂട്യൂബിൽ വന്നു എന്നുള്ള കാര്യം. അല്ലെന്നുണ്ടെങ്കിൽ അവർ പഴയ ഓർമ്മ വെച്ചിട്ട് പോയിട്ട് എഡിറ്റ് ചെയ്യും, പിന്നീട് അത് തിരിച്ചെടുക്കാനൊക്കെ പോകുമ്പോൾ സാധിക്കാതെ വരും. അപ്പം എന്തായാലും നിങ്ങളുടെ യൂട്യൂബ് സുഹൃത്തുക്കൾക്ക് വേണ്ടി വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് ഈ അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.